ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ ലോവർ RPM വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ചെയിനിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ റിയർ ഡാമ്പർ ചെക്ക് ചെയ്യുക. വെൽക്കം ടു KIHRD ഓൺലൈൻ എഡ്യൂക്കേഷൻ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ റബ്ബർ ഡാമ്പർ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. റബ്ബർ ഡാമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കത്തില്ല. പക്ഷേ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു പാർട്ടുണ്ട്, ഒരു ബൈക്കിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ്. അപ്പോൾ ബൈക്കിൻ്റെ റിയർ സ്പ്രോക്കറ്റ്, അതായത് ഔട്ടർ സ്പ്രോക്കറ്റ്, ബാക്കിലെ വീലിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പ്രോക്കറ്റ് വീലുമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു പാർട്ടാണ് ഈ റബ്ബർ ഡാമ്പർ. അപ്പോൾ ഈ റബ്ബർ ഡാമ്പറിലാണ് നമ്മളെ റിയർ സ്പ്രോക്കറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഈ റബ്ബർ ഡാമ്പറിൽ കുറച്ച് പ്ലേ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ ലോവർ RPM വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ചെയിനിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ റിയർ ഡാമ്പർ ചെക്ക് ചെയ്യുക. ഇൻ കേസ് അതിൽ പ്ലേ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ റബ്ബർ ഡാമ്പർ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു റിയർ സ്പ്രോക്കറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാമ്പർ ബുഷ് റീപ്ലേസ് ചെയ്തതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും നമ്മുടെ റിയർ സ്പ്രോക്കറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡാമ്പർ ബുഷിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, വണ്ടി ലോവർ RPM പോകുമ്പോൾ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെയിനിൽ നിന്നൊരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയർ ഡാമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ വണ്ടിയുടെ റിയർ ആക്സിൽ ലൂസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റിയർ സ്പ്രോക്കറ്റ് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലേ ഉണ്ടാവും. ഇങ്ങനെ പ്ലേ ഉണ്ടെങ്കിൽ അതിനർത്ഥം സ്പ്രോക്കറ്റ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന റബ്ബർ ഡാമ്പർ തേയ്മാനം വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ഡാമ്പർ മേടിച്ചിട്ടുണ്ട്. ഡാമ്പറിന് ഒരു ആവറേജ് 120-150 ആ ഒരു പ്രൈസേ വരത്തുള്ളൂ. കൃത്യമായ സമയങ്ങളിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെയും ചെയിൻ്റെ ലൈഫിന് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇരുന്ന ഡാമ്പർ. ഈ ഡാമ്പറിലാണ് നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് വന്ന് പ്ലേസ് ആവുന്നത്. അപ്പോൾ ഈ പ്ലേസ് ആവുന്ന സ്പോട്ടിൽ പ്ലേ കൂടുമ്പോഴാണ് ഇങ്ങനൊരു പ്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്പ്രോക്കറ്റ് മാറ്റുക, എന്നിട്ട് ഡാമ്പർ ബുഷ് മാറ്റുക. ഓക്കെ, നമ്മളപ്പോൾ പഴയ ഡാമ്പർ ബുഷ് മാറ്റിയിട്ട് പുതിയ ഡാമ്പർ വെച്ച് റീപ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീല് തിരിച്ച് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്പ്രോക്കറ്റിൻ്റെ പ്ലേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നതിനും ഇപ്പോഴുണ്ടായിരുന്ന തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ പുതിയ ഡാമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ഓൾമോസ്റ്റ് 0 എന്ന് തന്നെ പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബൈക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ ഇങ്ങനൊരു പ്ലേ എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ ഡാമ്പർ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്യുന്നവരെ നിങ്ങളുടെ വണ്ടിയിലെ അബ്നോർമൽ നോയ്സും ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ചെയിൻ്റെയും ചെയിൻ സ്പ്രോക്കറ്റിൻ്റെയും ഒക്കെ ലൈഫും ഇമ്പ്രൂവ് ആവും. താങ്ക് യു.
ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമുക്ക് വീണ്ടും കാണാം.